ഇപ്പം തന്നെ കണ്ടു തുടങ്ങാൻ പറ്റിയ ഇതുവരെ ആകെ ഒരു സീസൺ മാത്രം ഇറങ്ങിയിട്ടുള്ള കുറച്ച് സീരീസ്. 5th വൺ ക്രൈം മണി മൈൻഡ് ഗെയിം ഒക്കെയാണ് ഇതിൻ്റെ ഒരു പരിപാടി. ഇന്ത്യൻ സീരീസിൽ തന്നെ വെബ് സീരീസിൽ തന്നെ ഉള്ളൊരു സ്മാർട്ട് ത്രില്ലറാണ്. രാജാൻ ടി കെ ആണ് ഇതിൻ്റെ ക്രിയേറ്റേഴ്സ്, അറിയാമല്ലോ, ഫാമിലി മാൻ്റെ ക്രിയേറ്റേഴ്സാണ്. അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ത്രില്ലർ ആണ് ഈ സീരീസിൻ്റെ പേരാണ് ഫർസി. 4th വൺ വയലൻസ് കോമഡി കെയോസ്, ഒരു പക്ക രാജാൻ ടി കെ സ്റ്റൈൽ. ഈ ഒരു സീരീസും രാജാൻ ടി കെ തന്നെയാണ് ക്രിയേറ്റേഴ്സ്. ദുൽഖർ സൽമാൻ ഇതിനകത്തൊരു ലീഡ് റോൾ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കിട്ടലിനായിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ പോലീസ് പരിപാടിയാണ് ഈ ഒരു സീരീസ്. ഗൺസ് ആൻഡ് ഗുലാബ്സ് ആണ്. 3rd വൺ ഒരു ഫാമിലി ഡ്രാമ പരിപാടികളൊക്കെ. പക്ഷേ അത് മാത്രമല്ല ഈ സീരീസ്, ഇതൊരു ഡാർക്ക് വേൾഡ്, ഒരു അണ്ടർ വേൾഡ് പരിപാടിയൊക്കെയാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എങ്ങനെ ഈ ഫാമിലി അതിലേക്ക് അകപ്പെടുന്നു, എങ്ങനെ എത്തിപ്പെടുന്നു എന്നൊക്കെയുള്ളതാണ് ഈ സീരീസ് സംസാരിക്കുന്നത്. അത്യാവശ്യം എൻഗേജിങ് ആയിട്ടുള്ള കോമഡി, ഫണി, എന്നാൽ അറ്റ് ദ സെയിം ടൈം സീരിയസ് ആയിട്ടുള്ള ഒരു സീരീസാണ്. നമ്മുടെ നിമിഷ സാജൻ അതുപോലെ ജ്യോതികയൊക്കെ ലീഡ് റോളായിട്ട് അഭിനയിക്കുന്ന സീരീസാണ്. ഈ സീരീസിൻ്റെ പേരാണ് ഡബ്ബ കാർട്ടിൽ. 2nd വൺ ആണ് ഒരു ബോൾഡ് ഡാർക്ക് കോമഡി പരിപാടിയാണ് ഈ സീരീസ്. ബോളിവുഡിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സീരീസ് നടക്കുന്നത്. ആര്യൻ ഖാനാണ് ഈ സീരീസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ടുള്ള കോമഡി ഫണി പരിപാടിയാണ് ഈ സീരീസിൻ്റെ പേരാണ് ദ ബാഡ്സ് ഓഫ് ബോളിവുഡ്. 1st വൺ ഇത് കുറച്ച് സീരിയസ് പരിപാടിയാണ്. ഒരു ക്രൈം മിസ്റ്ററിയാണ് ഈ സീരീസ്. ഒരു ക്രൈം നടക്കുന്നു, അത് സോൾവ് ചെയ്യുന്നു പോകുന്നു. അതിൻ്റെ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നൊരു മേക്കിംഗ് ഒക്കെ ഉള്ള ഒരു കിടിലൻ സീരീസാണ്. പക്ഷേ നല്ല എൻഗേജിങ് ആയിട്ടുള്ള ക്രൈം മിസ്റ്ററി സീരീസാണിത്. സീരീസിൻ്റെ പേരാണ് കൊഹറ. ഈ എല്ലാ സീരീസിൻ്റെയും ആകെ ഒരു സീസൺ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അടുത്ത സീസൺ 2 വേണ്ടി വെയിറ്റ് ചെയ്യും. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീരീസാണ്.